നമ്മുടെ സന്തോഷം അതിരിക്കുന്നത് നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. വേറൊരാൾ നമ്മളെ ഹാപ്പിയാക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യുമെന്ന് ഓർത്തിരിക്കുന്നതേ മണ്ടത്തര അല്ലേ? ഇത് പറഞ്ഞത് ഞാനല്ല, എൻ്റെ കെട്ടിയോനാണ്. 7 വർഷങ്ങൾക്ക് മുന്നേ ഞാൻ ആ ഒരു അവസ്ഥയിലായിരുന്നു. എന്നെ ഒന്നിനും കൊള്ളത്തില്ല, ചെയ്യുന്നതെല്ലാം മണ്ടത്തരം, എന്നെക്കൊണ്ട് ആർക്കും ഒരു ഉപയോഗമില്ല, ഇങ്ങനെ പല മാതിരി ചിന്തകളുമായിട്ട് രാത്രി ഉറക്കമില്ലാതെ ശരിക്കും ആഹാരം കഴിക്കാൻ പറ്റാതെ ഞാനിങ്ങനെ കരഞ്ഞ് കരഞ്ഞ് കഴിച്ചു കൂട്ടിയ കുറേ ദിവസങ്ങൾ. അന്ന് പുള്ളി എന്നോട് പറഞ്ഞ കാര്യം ഇതായിരുന്നു: നിനക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യം ഓർത്ത് സങ്കടപ്പെട്ടിരിക്കാതെ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്ത് സന്തോഷിക്കാൻ. 10ാം ക്ലാസ് വരെ അച്ഛനും അമ്മയും ജോലി ചെയ്ത സെയിം സ്കൂളിൽ പഠിച്ച എന്നെ +1 ക്ലാസ് തുടങ്ങുന്നതിന് വെറും 2 ദിവസം മുന്നേ എൻ്റേതല്ലാത്ത കാരണത്താൽ അച്ഛൻ എന്നെ ഹോസ്റ്റലിൽ കൊണ്ടുവന്നാക്കി. വീടുമായിട്ട് അത്ര അറ്റാച്ച്ഡ് ആയിരുന്ന എന്നെ പെട്ടെന്നൊരു വേറൊരു സ്ഥലത്തേക്ക് പറിച്ചു നട്ടപ്പോൾ അതെനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റാത്ത കാര്യമായിപ്പോയി. അതുവരെ പെയിൻറ്റിങ് കോമ്പറ്റീഷനിൽ സജീവമായിരുന്ന ഞാൻ പ്രതിഷേധ സൂചകമായിട്ട് പെയിൻറ്റും ബ്രഷും തൊടാതെ സ്കൂളിംഗ് ഒക്കെ കഴിഞ്ഞ് കോളേജിലെത്തിയിട്ടും ആ ഒരു കാര്യത്തിൽ ഞാൻ മാറ്റമൊന്നും വരുത്തിയില്ല. എന്തോ എനിക്ക് അതിനോടൊരു താല്പര്യം ഇല്ലാതായി. ഞാൻ പിന്നെ പെയിൻറ്റ് ചെയ്യാതെയായി. അങ്ങനെ പോയിക്കൊണ്ടിരുന്ന സമയത്താണ് ചേട്ടായുടെ ഈ വാക്ക് കേട്ടത്. എന്തുകൊണ്ട് വീണ്ടും ഇതൊക്കെ തുടങ്ങിക്കൂടാ എന്ന ചിന്ത അങ്ങനെയാണ് എനിക്കുണ്ടായത്. അച്ഛാമ്മയുടെ സെറ്റ് മുണ്ട് വെട്ടിച്ചേർത്ത് ഒരു സാരിയാക്കി ഞാൻ ആദ്യം. ആ സാരിയിലാണ് ഞാൻ ആദ്യമായിട്ട് പിന്നീട് പെയിൻറ്റ് ചെയ്യുന്നത്. 6-7 കൊല്ലം ഉപയോഗമില്ലാതിരുന്നുകൊണ്ട് പണ്ട് അച്ഛൻ വാങ്ങിച്ചു തന്ന ബ്രഷും പെയിൻറ്റും എല്ലാം നശിച്ച് നാറാണക്കല്ലായിപ്പോയി. അന്ന് എൻ്റെ അനിയത്തി ഒരു സ്കൂളിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുക. അവർക്ക് ജോലിയുണ്ട്, സാലറി ഉണ്ട്. അപ്പോൾ അവളാണ് എനിക്ക് ആദ്യമായിട്ട് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ചു തരുന്നത്. എൻ്റെ ആവശ്യത്തിനനുസരിച്ച് എനിക്ക് പെയിൻറ്റ് വാങ്ങിത്തന്നു, ബ്രഷ് വാങ്ങിത്തന്നു. അതെല്ലാം അവളുടെ സാലറി കൊണ്ടാണ് ഞാൻ വാങ്ങിക്കുന്നത്. ഞാൻ തകർന്നിരുന്ന സമയത്ത് എന്നെ ഏറ്റവും അധികം മോട്ടിവേറ്റ് ചെയ്ത 2 വ്യക്തികളാണ്. ഒന്ന് എൻ്റെ ഹസ്ബൻഡ്, പിന്നെ എൻ്റെ അനിയത്തി. അന്ന് എൻ്റെ ഹസ്ബൻഡ് ആയിട്ടില്ല, എന്നിരുന്നാലും എന്നെ ഏറ്റവും അധികം മോട്ടിവേറ്റ് ചെയ്ത വ്യക്തികളായിരുന്നു ഈ 2 പേരും. എൻ്റെ പരീക്ഷണങ്ങൾക്ക് മൊത്തം ഇരയായിക്കൊണ്ടിരുന്നത് പാറുമായിരുന്നു കേട്ടോ. കാരണം ഞാൻ ആദ്യമായിട്ട് ഡിസൈനിങ് ചെയ്ത് തുടങ്ങിയത് അവൾക്ക് വേണ്ടിയിട്ടുള്ള ചുരിദാർ കാര്യങ്ങളൊക്കെ തയ്ച്ചിട്ട് അതിനകത്തോടെ ഡിസൈൻ ചെയ്തിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ഡിസൈനിങ് ചെയ്ത് തുടങ്ങുന്നത്. കുറഞ്ഞ വിലയിൽ കടയിൽ നിന്ന് കിട്ടുന്ന കട്ട് പീസ് വാങ്ങിച്ചിട്ട് അത് ഞാൻ എൻ്റെ അപ്പച്ചി സ്റ്റിച്ച് ചെയ്യാൻ എന്നെ പഠിപ്പിച്ചു. അങ്ങനെ അവിടെ പോയിരുന്ന് സ്റ്റിച്ച് ചെയ്ത് ബാക്കി ഡിസൈനിങ് വീട്ടിൽ വന്നിരുന്ന് ചെയ്തിട്ട് അത് ഞാൻ ഓരോ ദിവസവും പാറുവിന് കൊടുക്കുമായിരുന്നു. ഒപ്പം തന്നെ ഇതെല്ലാം ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യാറുണ്ടായിരുന്നു. ഫേസ്ബുക്കിൽ എൻ്റെ പോസ്റ്റ് കണ്ടിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ വിശ്വസിച്ച് അവൻ്റെ ഫ്രണ്ടിന് ബർത്ത്ഡേക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ സാരി ചെയ്തു തരാമോ എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു. അതായിരുന്നു എൻ്റെ ഫസ്റ്റ് ഓർഡർ. പിന്നെ എന്തൊക്കെ സംഭവിച്ചു എന്ന് ഞാൻ വേറൊരു വീഡിയോയിൽ പറയാമേ. അപ്പോൾ ഓക്കെ, ബൈ.